കഫക്കെട്ട് വളരെ വേഗത്തിൽ വേരോടെ തന്നെ ഇളക്കി കളയാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു ആർ വാച്ചിങ് ശ്രുതീസ് വ്ലോഗ് ട്യൂബ്. ജലദോഷത്തിൻ്റെയോ നീർക്കെട്ടിൻ്റെയോ കോവിഡിൻ്റെയോ മറ്റേതെങ്കിലും അസുഖത്തിൻ്റെയോ ഭാഗമായി ഉണ്ടാകുന്ന കഫക്കെട്ട് ഏറെ നാളായിട്ട് മാറാതെ ഇരിക്കാറുണ്ട്. കഫക്കെട്ട് കാരണം തലവേദന, തലക്കനം എന്നീ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ കഫക്കെട്ട് കൂടിയാൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന കഫക്കെട്ട് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന 2 സിമ്പിൾ ടിപ്സാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വെക്കുക. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കഫക്കെട്ട് വളരെ പെട്ടെന്ന് പൂർണ്ണമായി തന്നെ മാറിക്കിട്ടാനായിട്ട് ആവി പിടിക്കുക എന്നുള്ളതാണ്. ആവി പിടിക്കുന്നത് വഴി കഫം വളരെ പെട്ടെന്ന് ഇളക്കി കളയാൻ സാധിക്കുന്നതാണ്. ഈ ആവി പിടിക്കുന്നതിനായി നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള കുറച്ച് ഇലകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് പനിക്കൂർക്കയിലയാണ്. 4-5 പനിക്കൂർക്കയില എടുക്കുക. ശ്വാസതടസ്സം അതുപോലെ കഫം എന്നിവ മാറിക്കിട്ടാനായിട്ട് വളരെ നല്ല നാച്ചുറലായൊരു മെഡിസിനാണ് പനിക്കൂർക്കയില. ഇനി നമുക്ക് വേണ്ടത് തുളസിയിലയാണ്. ഒരു ചെറിയ പിടി തുളസിയില നമുക്ക് എടുക്കാം കേട്ടോ. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒന്നാണ് തുളസിയില. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന അണുബാധയെ തടയാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ആടലോടകത്തിൻ്റെ ഇലയാണ്. ശ്വാസകോശത്തിൻ്റെ കരുത്തുറ്റ കാവൽക്കാരനാണ് ആടലോടകം. കഫമിളകി വരാത്ത കടുത്ത ചുമയ്ക്കും കഫക്കെട്ട് വേരോടെ മാറ്റിയെടുക്കാനും കേൾവി കേട്ട ഒന്നാണിത്. ആടലോടകത്തിൻ്റെ ഇല 2-3 എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് 2-3 കരിനൊച്ചിയിലയാണ്. മൂക്കൊലിപ്പ്, കഫക്കെട്ട് എന്നിവ മാറാൻ വളരെ ഫലപ്രദമായൊരു മരുന്നാണ് കരിനൊച്ചി. മാത്രമല്ല ഏത് തരത്തിലുള്ള നടുവേദനയാണെങ്കിലും കരിനൊച്ചിയില ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നടുവേദന ഉള്ളവർക്കായിട്ട് കരിനൊച്ചി എങ്ങനെ യൂസ് ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ സജഷനായിട്ട് ഞാൻ കൊടുത്തേക്കാം. നടുവേദനയുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളകിൻ്റെ ഇലയാണ്. രോഗപ്രതിരോധ ശക്തി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കുരുമുളകിൻ്റെ ഇല. അതുപോലെ കഫം പെട്ടെന്ന് ഇളക്കി കളയാനും ഒരു ബെസ്റ്റ് ചോയ്സാണ് ഈ ഇല. ഇനി നിങ്ങൾക്ക് ആവി പിടിക്കാൻ ആവശ്യമായ വെള്ളം എടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ എടുത്ത 5 ഇലകളും ചെറുതായി കീറിയിടുക. ഈ 5 ഇലകളും നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട. ഞാൻ ഈ കാണിച്ച 5 ഇലകളിൽ നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊക്കെയാണോ അവ വെച്ച് ആവി കൊള്ളുക. സാധാരണ നമ്മൾ ആവി കൊള്ളാനായിട്ട് വെള്ളം തിളപ്പിക്കുന്ന പോലെ തന്നെ വെള്ളം തിളപ്പിക്കുക. വെള്ളം എപ്പോഴും മൂടി വെച്ച് തിളപ്പിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് ചൂടായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് ആവി പിടിക്കാവുന്നതാണ്. ഇനി ആവി കൊണ്ടതിന് ശേഷം ഈ വെള്ളം വെറുതെ കളയുകയും വേണ്ട. ചെറു ചൂടോടെ ഈ വെള്ളം ശരീരത്തിൽ ഒഴിച്ചു കുളിക്കുന്നത് ശരീരവേദനയും നീർക്കെട്ടും ഒക്കെ മാറാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ആവി പിടിക്കുമ്പോൾ ചൂടാറുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും വെള്ളം ചൂടാക്കി 2-3 വട്ടം നിങ്ങൾക്ക് ദിവസവും ആവി കൊള്ളാവുന്നതാണ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് കഫം വേരോടെ ഇളക്കി കളയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. ഈ ഒരു ഡ്രിങ്ക് ആവി പിടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ച് പിറ്റേന്നാണ് നമ്മൾ ഈ ഡ്രിങ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കഫക്കെട്ട് മാറാനായിട്ട് ഈ ഒരു പാനീയം നമ്മൾ ഉണ്ടാക്കുന്നത് പനിക്കൂർക്കയില വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 5-6 പനിക്കൂർക്കയിലയും കൂടി ഇട്ട് കൊടുക്കുക. പനിക്കൂർക്കയില ഇടുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ചതച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത കുരുമുളക് 8-10 ഇട്ട് കൊടുക്കാം. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുരുമുളക് പാടെ സ്കിപ്പ് ചെയ്ത് കളയാട്ടോ. മുതിർന്നവർക്കാണെങ്കിൽ കുരുമുളക് യൂസ് ചെയ്യാം. വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കുരുമുളക്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ അളവ് കൂട്ടാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഫം അലിയിച്ച് കളയാനും വളരെയേറെ കഴിവുള്ള ഒന്നാണ് കുരുമുളക്. അപ്പോൾ പനിക്കൂർക്കയും കുരുമുളകും ഇട്ട് ചെറിയ തീയിലെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷവും 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ട് തന്നെ ഒന്നുകൂടി തിളപ്പിക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2-3 പനങ്കൽക്കണ്ടം പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
പനങ്കൽക്കണ്ടം കിട്ടിയില്ലെങ്കിൽ പനം ചക്കരയായാലും മതി. പഞ്ചസാരയോ സാധാരണ ശർക്കരയോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആയുർവേദ മരുന്നുകളിലൊക്കെ ചേർക്കുന്ന ഒന്നാണ് പനങ്കൽക്കണ്ടം. സ്വാഭാവികമായ ഒരു മധുരമാണ് ഇതിനുള്ളത്. ശരീരത്തിന് ദോഷം വരാത്ത മധുരമാണ് ഇതിൻ്റേത്. കഫം അലിയിച്ചു കളയാൻ വളരെ ഉത്തമമാണ് പനങ്കൽക്കണ്ടം. പനങ്കൽക്കണ്ടം ഇട്ടതിന് ശേഷം ഈ പാനീയം മൂടി വയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഉണ്ടാക്കിയതിന് ശേഷം പനങ്കൽക്കണ്ടം ഇട്ട് നമ്മൾ മൂടി വയ്ക്കുന്നു. എന്നിട്ട് പിറ്റേന്നെടുത്താണ് നമ്മളിത് കുടിക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഈ പനങ്കൽക്കണ്ടമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പനിക്കൂർക്കയുടെയും കുരുമുളകിൻ്റെയൊക്കെ സത്ത് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഈ വെള്ളം നിങ്ങൾ കുടിക്കാനെടുക്കുമ്പോൾ ചെറുതാക്കി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഫ്ലാസ്കൊക്കെ ഉണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാവുന്നതാണ്. അല്ലാത്തവരെടുക്കുമ്പോൾ വീണ്ടും വീണ്ടും തിളപ്പിക്കാതെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും ഇത് കുടിക്കാനായിട്ട് ഇഷ്ടപ്പെടും. യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്ത സിമ്പിളായ വളരെ നല്ല റിസൾട്ട് തരുന്ന കഫത്തിൻ്റെ അടിവേരിളക്കുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുകൂടാതെ കഫക്കെട്ട് വളരെ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് വേറൊരു റെസിപ്പി കൂടെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ സജഷനായിട്ടും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള കഫക്കെട്ട് വളരെ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ടുള്ള ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.